ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പിന്നെ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ഇൻസ്റ്റഗ്രാം ആൻഡ് യൂട്യൂബ് ചാനൽ നിങ്ങൾ ഗോ ത്രൂ ചെയ്ത് എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യാം. ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കുറച്ച് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ കുറച്ച് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എല്ലാം നമുക്ക് പെർഫെക്റ്റായി ചെയ്യാം എന്നുള്ള തിങ്കിങ്ങിൽ നമ്മളൊന്നും ചെയ്യരുത്. കാരണം അങ്ങനെ ചെയ്യാൻ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് വൈകുന്നതാണ്. അതുകൊണ്ട് സ്റ്റാർട്ട് ഫ്രം യുവർ ഇംപെർഫെക്ഷൻസ്. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ബിക്കം പെർഫെക്റ്റ്. നമ്മൾ പറയാറില്ലേ, ഒരു മനുഷ്യന് ഇമ്പ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നുള്ളതാണ്. എത്രമാത്രം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് അതിലൊരു പെർഫെക്ഷൻ നമുക്ക് കണ്ടെത്താൻ കഴിയും. സോ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇത് ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുള്ളൂ, അങ്ങനെ ചിന്തിച്ചിരിക്കരുത്. ആൻഡ് സെക്കൻഡ് തിങ് ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്തത്, സ്റ്റാർട്ട് സേയിങ് നോ. നമുക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരിക്കും നമ്മുടെ ഓപ്പോസിറ്റ് നിന്നിട്ട് വന്ന് നമ്മളോടൊരു കാര്യം പറയുന്നത്, പക്ഷെ നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കതിനോട് താല്പര്യക്കുറവുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം പറ്റില്ല. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്കത് പറയാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. എനിക്കറിയാം, ഞാനത് ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇറ്റ് ഈസ് ദ കറക്റ്റ് വേ. നോ എന്ന് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ എല്ലാ ബന്ധങ്ങളും അവിടെ ഇല്ലാതാവുന്നില്ല. നിങ്ങൾക്ക് അതിനോട് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ പറയാം. ചിലപ്പം റിജക്ഷൻസ് ഉണ്ടാകും, ചിലപ്പം ഇഷ്ടക്കേട് ഉണ്ടാകും നിങ്ങളോട്. ബട്ട് യു വിൽ ബി സാറ്റിസ്ഫൈഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ദാറ്റ് യു ടുക്ക് എ ഗുഡ് ഡിസിഷൻ. സോ നോ എന്ന് പറയാമെന്നുള്ളിടത്ത് നോ തന്നെ പറയാം. ആൻഡ് അടുത്ത കാര്യം ടൈം തന്നെയാണ്. ഒരിക്കലും തിരിച്ചു വരാത്തൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് ടൈമാണ്. നമുക്ക് ഇന്ന് ഈ കിട്ടുന്ന സമയം അല്ലെങ്കിൽ ഇന്ന് ഈ കിട്ടുന്ന മൊമെൻറ്റ് നമുക്ക് നാളെ കിട്ടില്ല. അപ്പോൾ ആ ഒരു സമയത്തെ നമ്മൾ ബഹുമാനിക്കും. ട്രസ്റ്റ് ഇൻ ദാറ്റ് ടൈമിങ്. അപ്പം പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ട്, നമ്മൾ ഭയങ്കര ഡിലേ ആണ്, നമുക്ക് ആ ഒരു കാര്യം നമുക്ക് കയ്യിലെത്തുന്നില്ല, നമ്മൾ പരമാവധി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ എഫേർട്ട് ഇടുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ടും നമ്മൾ വിചാരിച്ച മാതിരി നമുക്ക് റിസൾട്ട് കിട്ടുന്നില്ല നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ടൈം ഉണ്ടാകും. സോ അതും ടൈമിൽ വരുന്നൊരു കാര്യമാണ്. ടൈം എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ആക്കാനുള്ളതല്ല, നിങ്ങൾക്കുള്ള ടൈം നിങ്ങൾ പ്രൊഡക്റ്റീവ് ആക്കാൻ നോക്കുക. സെക്കൻഡ് തിങ് ഇസ് ടൈം ഉണ്ടാകും, നമ്മൾക്കും ഒരു ടൈം വരും. ബിലീവ് ഇൻ ദാറ്റ് ടൈമിങ്. ഓക്കെ. പിന്നെ ഞാനിങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കർ ആവാൻ നോക്കുകയാണ്. ഒരിക്കലുമില്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷേ എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ, ലൈക്ക് എൻ്റെ ലൈഫിൽ ഞാൻ അപ്ലൈ ചെയ്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കുമല്ലോ. പിന്നെ എനിക്ക് ടൈമിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർമ്മ വരുന്നുണ്ട്. എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത്, എങ്ങനെയാണ് എല്ലാം കൂടി. ശരിക്കും പറഞ്ഞാൽ ഞാനും കംപ്ലയിൻറ്റ് ചെയ്യുന്ന ഒരു കാര്യം, എപ്പോഴും നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യും, നമുക്ക് ടൈമില്ല, നമുക്ക് ടൈമില്ല, നമുക്ക് ടൈമില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ ടൈമിനെ കണ്ടെത്തണം എന്നുള്ളതാണ്. നമ്മളുടെ അടുത്തേക്ക് ഒരിക്കലും ടൈം വന്നിട്ട് ഇതാണ് നിങ്ങൾക്കുള്ള ടൈം എന്ന് പറഞ്ഞു തരില്ല, അല്ലെങ്കിൽ പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വരില്ല. നമ്മൾ തന്നെ അങ്ങനെ ഒരു പെർട്ടിക്കുലർ ടൈം ക്രിയേറ്റ് ചെയ്ത് നമ്മളവിടെ അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ. സോ എല്ലാം നമ്മളുടെ ഒരു മൈൻഡ് അനുസരിച്ചിട്ടാണ്. നമ്മുടെ പോസിറ്റീവായിട്ട് നമ്മളുടെ സ്ട്രോങ് മൈൻഡ്, നമ്മളുടെ മൈൻഡാണ് നമ്മുടെ ലൈഫിനെ എങ്ങനെ കൊണ്ടുപോകണം എന്ന് തിങ്ക് ചെയ്യുന്നതും എല്ലാം നമ്മളുടെ കയ്യിലുണ്ട്. പക്ഷെ നമ്മൾ ആരും അത് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒന്ന് ഉറക്കം വരുന്നു, നമുക്കൊന്ന് ഉറങ്ങണം എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ നേരെ കിടന്ന് ഉറങ്ങണം. അത് നമ്മളുടെ മനസ്സുകൊണ്ടും നമ്മളുടെ മൈൻഡോട് നമ്മൾ ചിന്തിച്ചിട്ട് യെസ് ഇന്ന് എനിക്ക് ഉറങ്ങണം എന്നുള്ള ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തിക്കുന്നത് നമ്മൾ ഉറങ്ങുന്നു. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇപ്പം ഞാൻ ഉറങ്ങാതെ ഇത് ചെയ്യണം എന്ന് ചിന്തിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ മൈൻഡ് തന്നെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. സോ എവറിത്തിങ് ഈസ് ഡിപ്പെൻഡിങ് ടോട്ടലി ഓൺ ദ പേഴ്സൺസ് മൈൻഡ്. അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ആൻഡ് പിന്നെ അടുത്ത കാര്യം, ഡോണ്ട് ട്രസ്റ്റ് എവ്രിതിങ് ഓർ എവ്രി വൺ ബ്ലൈൻഡ്ലി. നമ്മൾ എല്ലാവരെയും ബ്ലൈൻഡായിട്ട് വിശ്വസിക്കരുത്. ആരെയും വിശ്വസിക്കേണ്ട, ആരടുത്തും പോകേണ്ട, ആരടുത്തും സംസാരിക്കേണ്ട എന്നല്ല അതിനർത്ഥം. എല്ലാവരുടെ അടുത്തും ഒരു ബോണ്ട് കീപ്പ് ചെയ്യുക, എല്ലാവരുടെ അടുത്തും ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവണം, നല്ലതാണ് എവറിത്തിങ്. നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ടല്ലോ, എന്തും അധികമായാൽ അമൃതം വിഷമാണ്. യെസ്, ഓഫ് കോഴ്സ്. പണ്ട് എൻ്റെ പാരൻസ് എൻ്റെ അടുത്ത് പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ നമ്മളെല്ലാത്തിനും ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ലൈക്ക് ഒരു ഫെൻസ്. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് നമുക്ക് അവരോട് ഇഷ്ടമുണ്ടാകും, അറ്റ് ദ സെയിം ടൈം അവർക്ക് നമ്മളോടും ഇഷ്ടമുണ്ടാകും. നമുക്കൊരു എല്ലാത്തിനും ഒരു പരിമിതി വെക്കുകയാണെങ്കിൽ, ഒരു ഫെൻസ് വെക്കുകയാണെങ്കിൽ എപ്പോഴും നല്ലതാണ്.
ഫ്രണ്ട്ഷിപ്സ് കീപ്പ് ചെയ്യാൻ, റിലേഷൻഷിപ്സ് കീപ്പ് ചെയ്യാൻ ഒരു ഫ്രണ്ട്സ് എപ്പോഴും നല്ലതാണ്. എന്തായിരിക്കും അടുത്തത്? നമ്മളൊരു കാര്യം ചെയ്യാൻ നിൽക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോയിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാകും. അത് ഞാൻ ചെയ്യുന്ന എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. മിസ്റ്റേക്സിൽ നിന്നാണ് നമ്മൾ പഠിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മളെക്കുറിച്ചിട്ട് നല്ലത് പറയാനും മോശം പറയാനും ആളുകളുണ്ടാകും. ഓഫ് കോഴ്സ് ഉണ്ടാകും. പക്ഷെ നമ്മൾ എപ്പോഴും എന്താണ് അതിനെക്കുറിച്ചിട്ട് ആലോചിച്ച് വറീഡായിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തുകൊണ്ട് അതിന് ആലോചിച്ചിരിക്കേണ്ട ആവശ്യം? നമുക്കിപ്പോൾ അങ്ങനെ ആലോചിക്കാനാണെന്നുണ്ടെങ്കിൽ അതിന് മാത്രമേ ടൈം ഉണ്ടാവുള്ളൂ. അതിനേക്കാൾ ഏറ്റവും നല്ലത് നമ്മൾ ചെയ്ത് പോവുക. നല്ലത് പറയാനും ആളുകളുണ്ടാകും, മോശം പറയാനും ആളുകളുണ്ടാകും. ആ ഒരു കാര്യത്തിന് നമ്മൾ അക്സെപ്റ്റ് ദ റിയാലിറ്റി. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് പറയാനുള്ളത്, എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ചെയ്യാൻ പറ്റണില്ല. അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ പ്രൊക്രാസ്റ്റിനേഷനാണ്. പിന്നെ ചെയ്യാം എന്നുള്ള ആ ഒരു കാര്യം എനിക്ക് ഒരുപാട് കാലം ഉണ്ടായിരുന്നു. ലൈക്ക് പ്രൊക്രാസ്റ്റിനേറ്റ് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പ്രൊക്രാസ്റ്റിനേഷൻ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് ഇങ്ങനെ മാറ്റി വെക്കും. കുറേ കാര്യത്തിനൊക്കെ എനിക്ക് അതിപ്പോഴും ഉണ്ട്, ഞാനത് തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് ആ ഒരു പ്രൊക്രാസ്റ്റിനേഷനാണ് എപ്പോഴും നമ്മളെ ബാക്കിലേക്ക് വലിക്കുന്നത്. മാക്സിമം ചെയ്ത് തുടങ്ങാം. ഈ മൊമെൻറ്റിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ ഈ മൊമെൻറ്റിൽ ചെയ്യുക. ടേക്ക് ദ മൊമെൻറ്റ് ആൻഡ് മേക്ക് ഇറ്റ്. ആ മൊമെൻറ്റ് എടുക്കുക, എന്നിട്ട് അത് ചെയ്യുക. അതാണ് ചെയ്യാനുള്ളത്. ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടൊന്നുമല്ല ഇവിടെ വന്ന എല്ലാ കാര്യങ്ങളും പറയുന്നത്. എനിക്ക് ഒരുപാട് ഇംപെർഫെക്ഷൻസ് ഉണ്ട്, ബിക്കോസ് ഐ എം എ ഹ്യൂമൻ ബീങ്, എനിക്കറിയാം. പക്ഷേ എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പറ്റുക. നാളെ എൻ്റെ ഈ ഒരു വീഡിയോ കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ഈ വാക്കുകൾ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് എനിക്ക് കിട്ടുന്നൊരു വലിയ അച്ചീവ്മെൻറ്റ് തന്നെയാണ്. ഓക്കെ, ഇനി ഞാൻ എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കോമെൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു തരാം. ഐ വിൽ ബി ആക്സെപ്റ്റിങ് ഇറ്റ്. ഞാൻ എല്ലാ പോയിൻറ്റ്സും എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ വന്ന് പോകുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ മുന്നിൽ ചില ആളുകൾ വന്നിട്ട് ഭയങ്കര ഏറ്റവും നന്നായിട്ട് നമ്മളെ പുകഴ്ത്തുന്ന ആളുകൾക്കുണ്ടാവും. അതുപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ നമ്മളെ ഡീമോട്ടിവേറ്റ് ആക്കുന്ന ആളുകളുണ്ടാവും. 2 ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടാകും. ഏറ്റവും നന്നായിട്ട് പുകഴ്ത്തുന്ന ആളുകളെയും സൂക്ഷിക്കണം, നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളെയും നമ്മൾ സൂക്ഷിക്കണം. ഞാനിങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ എന്തിനാ നീ അത് ചെയ്യണത്, വല്ല കാര്യമുണ്ടോ എന്ന് പറഞ്ഞ് നമ്മളടുത്ത് വന്ന് നമ്മളെന്താ ചിന്തിക്കുക, അവർ പറഞ്ഞത് എന്തിനാ ശരിയാണെന്ന്. അങ്ങനെ ഒരിക്കലും തിങ്ക് ചെയ്യരുത്. നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. നമ്മൾ കൂടുതൽ ഒപ്പീനിയൻസ് എടുക്കാതിരിക്കുക. കുറേ ഒപ്പീനിയൻസ് നമ്മൾ എടുക്കുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ എന്നുള്ള കാര്യം വരുന്നത്. ഏറ്റവും നല്ലത് നമ്മൾക്ക് ചെയ്യണമെന്ന് തോന്നുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുക. ഇനി അഥവാ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു കാര്യത്തിനാണെന്നുണ്ടെങ്കിൽ ഒപ്പീനിയൻസ് എടുക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾക്കത് ഭയങ്കരമായിട്ട് അത് ചെയ്യണം, ആഗ്രഹമുണ്ട് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഡോണ്ട് ഗോ ഫോർ ഒപ്പീനിയൻസ്. ചെയ്യുക, എന്നിട്ട് ബാക്കി നിങ്ങൾ വരുന്നിടത്ത് വെച്ച് കാണാം. അടുത്തത്, ഒരിക്കലും റിസൾട്ട്സ് പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു കാര്യം ഓക്കെ ഇതെനിക്ക് എന്തായാലും കിട്ടണം എന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ ചെയ്ത് പോവുക, അതിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ എന്നുള്ള മൈൻഡ് സെറ്റിലിരിക്കുക. നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇതെനിക്ക് കിട്ടും എന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാതിരിക്കുക. മാക്സിമം നമ്മളുടെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്തു പോവുക. നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ നമ്മളത് കറക്റ്റായിട്ട് ചെയ്തു പോവുക. ആൻഡ് നമ്മളടുത്ത് പറയും അതെനിക്ക് ചെയ്യാൻ പറ്റണ കാര്യമാണോ എന്ന് നമ്മൾ ഡൗട്ട്ഫുൾ ആക്കണ ആളുകളുണ്ടാകും നമ്മളുടെ ചുറ്റും. അവരടുത്തും ദയവ് ചെയ്ത് ലൈക്ക് ഡോണ്ട് സ്റ്റിക്ക് ഓൺ ടു ദം ഫോർ ഓൾ ദ ടൈം. നമ്മൾ അവരുടെ അടുത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യാതിരിക്കുക. ആരെന്ത് നമ്മളെ കുറിച്ചിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടെങ്കിലും നമ്മൾ 2 രീതിയിൽ നമ്മളതിനെടുക്കാൻ ശ്രമിക്കുക. ഒന്ന്, ഓക്കെ നമ്മളുടെ മിസ്റ്റേക്സ് കണ്ട് അത് ജെനുവിൻ ആയിട്ടാണ് ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയുന്നതെങ്കിൽ ആ രീതിയിലെടുത്ത് നിങ്ങളതിനെ കറക്റ്റ് ചെയ്യുക. ആൻഡ് ദ സെക്കൻഡ് തിങ് ഈസ്, നമ്മളെ താഴ്ച ആഗ്രഹിക്കുന്ന ആളുകളും നമ്മൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും ഓരോരോ രീതിയിൽ. അതിനെ അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ തന്നെ അങ്ങോട്ട് വിടുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഞാനിതൊക്കെ അച്ചീവ് ചെയ്ത് ഞാനിതൊക്കെ ചെയ്യുന്ന ആളൊന്നുമല്ല, പക്ഷേ എനിക്കും ഉണ്ട് ഇതിൽ പല കാര്യങ്ങളും ശരിയാക്കാനും. ഐ വിൽ ഓൾസോ ട്രൈ ടു ഡു ദാറ്റ്. പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഞാൻ നിൻ്റെ വീഡിയോസ് നല്ലോണം കാണുന്ന ഒരാളാണ്, ഞാൻ യൂട്യൂബിൽ ഭയങ്കരമായിട്ട് എല്ലാ വീഡിയോസ് ഇരുന്ന് കാണാറുണ്ട്, എങ്ങനെയാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ ട്രിക്സ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഒരു ടിപ്സും ഇല്ല ഒരു ട്രിക്സും ഇല്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു ഫ്ലോയിൽ പോവാന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് ടിപ്സും ട്രിക്സും പറഞ്ഞു തരാനൊന്നുമില്ല. എനിക്കിഷ്ടപ്പെട്ടിട്ടാണ് ഞാനിത് ചെയ്യുന്നത്, അത് മാത്രമേ എനിക്കറിയാം.
ഞാനൊരു റിസൾട്ട് ആഗ്രഹിച്ചിട്ടോ അല്ലെങ്കിൽ യെസ് എനിക്ക് ഇത്ര ആവണം എന്നുള്ള മനസ്സിലൊന്നുമല്ല ഞാനിത് സ്റ്റാർട്ട് ചെയ്തതും ചെയ്യുന്നതും. മേ ബി അങ്ങനെ ഒരു എയിം ഉണ്ടാവണത് നല്ലതായിരിക്കും എന്ന് വിചാരിച്ച് എനിക്കിങ്ങനെ അത് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളതല്ല. ഐ ഓൾസോ വിഷ്, പക്ഷേ ഓവർ വിഷ് ചെയ്യുന്നില്ല. ഇഫ് ഇറ്റ് ഈസ് കമ്മിങ് ഇൻ മൈ വേ ഐ വിൽ അക്സെപ്റ്റ് ഇറ്റ്. ആ ഒരു മൈൻഡാണ് എനിക്ക്. ആൻഡ് അത്രയേ ഉള്ളൂ. എന്തെങ്കിലും പറയാൻ മിസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എൻ്റെ അടുത്തും പറയാം, നിങ്ങൾക്ക് കോമെൻറ്റ് ബോക്സിൽ പറയാം. സോ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി, ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളും ചെയ്യാം. ഡോണ്ട് വെയിറ്റ് ഫോർ ടുമോറോ. ഒരിക്കലും നാളത്തേക്കും വെയിറ്റ് ചെയ്യരുത്. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് സപ്പോർട്ട് കിട്ടും എന്ന് വിചാരിക്കുന്ന ആളുകളായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ കളിയാക്കാൻ പോകുന്നത്. ആ ഒരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ലൈഫിൽ നമുക്കൊരു പോയിൻ്റ് ഉണ്ടാകും. ആ ഒരു പോയിൻ്റ് നമ്മൾ ആരെന്ത് പറഞ്ഞാലും നമുക്കത് ഒരു രീതിയിലും നമ്മളെ മനസ്സിനെ അത് ഒരു പോയിൻ്റ് പോലും അത് കൊള്ളാൻ പോകുന്നില്ല എന്നുള്ള ഒരു മൈൻഡ് നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെയും നിൽക്കാം, എവിടെയും നമുക്ക് നിലനിൽപ്പുണ്ടാകും. സോ ആ ഒരു മൈൻഡ് ബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇഫ് യു ട്രസ്റ്റ് ഇൻ യുവർ സെൽഫ് അതെന്തായാലും നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാം. സോ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ ഞാനിത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാൻ വേണ്ടി മാത്രം ചെയ്ത വീഡിയോ ആണ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഡു സബ്സ്ക്രൈബ്, ഡു സപ്പോർട്ട്. ബൈ.